നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ മുന്നണികളടക്കം തയ്യാറെടുക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടാണ്. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, ചർച്ചകളൊക്കെ സജീവമാണ്. ഏവരും ഉറ്റുനോക്കുന്നതും പാലക്കാടിലേക്കാണ്. നമുക്കറിയാം, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പക്ഷേ കുറച്ചു കാലങ്ങൾ പിന്നിട്ടപ്പോൾ പാലക്കാട് MLA അദ്ദേഹം ഏത് പാർട്ടിയെ പ്രതിനിധാനം ചെയ്താണോ MLA അത് ആ പാർട്ടി തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്ന തരത്തിലേക്ക് ചില സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയ ഭാവി എന്താണ് എന്നാണ് ഏവരും ഇനി ഉറ്റുനോക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു, കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞു. ഇനി എന്താണ് രാഹുലിൻ്റെ അടുത്ത നീക്കം? സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമാണ്. എന്തായാലും കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസ് മത്സരിപ്പിക്കില്ല എന്ന് മുതിർന്ന നേതാക്കളൊക്കെ അവർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി രാഹുലിൻ്റെ നീക്കം എന്താണ് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ലൈംഗിക പീഡന പരാതിയും കേസുമൊക്കെ വന്നതിനെ തുടർന്ന് പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവിയെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും പരസ്യമായ രഹസ്യമായി മാറുകയാണ്. പാർട്ടി നേതൃത്വം നടപടിയെടുത്തെങ്കിലും പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും രാഹുലിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അത് ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വളരെ പ്രകടമായി തന്നെ കണ്ട കാര്യമാണ്. പക്ഷേ ഈ വികാരം ഒന്നുകൊണ്ട് മാത്രം രാഹുലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന ചില സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നു. അതിൽ പ്രധാനപ്പെട്ടത് VD സതീശൻ രാഹുലിന് പ്രതികൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ്. രാഹുലിനെ ഈ ഒരു ആരോപണം ഉയർന്ന സമയത്ത് തന്നെ VD സതീശൻ രാഹുലിനെ കൈവിട്ടതാണ്. പലപ്പോഴും ആ വിഷയത്തോട് പ്രതികരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല, വിവാദങ്ങൾ ശക്തമായപ്പോൾ അത് KPCC പ്രസിഡന്റിനോട് ചോദിക്കൂ, സംഘടനാപരമായ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന മറുപടി VD സതീശൻ നൽകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും രാഹുലിനെ കൈയൊഴിഞ്ഞ മട്ടാണ് VD സതീശൻ. പ്രത്യാരോപണങ്ങൾ ശക്തമായ സമയത്ത് തന്നെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ VD തൻ്റെ നിലപാടിൽ അണ്ണുവിട മാറ്റം വരുത്തിയിട്ടില്ല. അതിനിപ്പോഴും ഒരു മാറ്റവുമില്ല. അതേ നിലപാടിൽ തന്നെ തുടരുകയാണ്. അതിലും ശക്തമായി തന്നെ തുടരുകയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതിനിടെ VD സതീശന് പിന്തുണയേറുകയാണ് പാർട്ടിക്കുള്ളിൽ എന്ന ചില അടക്കം പറച്ചിലുകളൊക്കെ പുറത്തേക്ക് വരികയാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള മുന്നേറ്റം UDFനുണ്ടായി. അതായത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കും എന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഈ ഒരു വിജയത്തെയൊക്കെ വിലയിരുത്താവുന്നതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയത്തെയൊക്കെ വിലയിരുത്താവുന്നതാണ്. അങ്ങനെയെങ്കിൽ UDF വലിയ നേട്ടം കൊയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ ഏറുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം അതൊക്കെ ആ ഒരു സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മികച്ച പ്രകടനം തന്നെ VD സതീശൻ കാഴ്ചവെച്ച സാഹചര്യത്തിൽ സതീശന്റെ പിന്നിൽ മുതിർന്ന നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ ഉദാഹരണം എന്നോണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ PJ കുര്യൻ തന്നെ രംഗത്ത് വന്നതും ഏറെ പുതിയ സംഭവ വികാസമായി മാറുന്നു. VD സതീശന് പിന്തുണയുമായാണ് മുതിർന്ന നേതാവ് PJ കുര്യൻ രംഗത്ത് വന്നിരിക്കുന്നത്. താൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന അഭിപ്രായമായിരുന്നു PJ കുര്യൻ മുന്നോട്ട് വെച്ചത്. ലൈംഗിക പീഡന കേസുകളിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി സീറ്റ് നൽകരുതെന്നാണ് ഇദ്ദേഹം പരസ്യമായി സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇത് VD സതീശന് പിന്തുണയേറുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാവുന്നതാണ്. യുവാക്കൾക്ക് അവസരം നൽകണമെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഭാഷയും സൗന്ദര്യവും മാനദണ്ഡമാക്കരുതെന്ന പരോക്ഷ വിമർശനവും ചില യുവ നേതാക്കളെ ലക്ഷ്യമിട്ട് PJ കുര്യൻ നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടെ VD സതീശന്റെ നയങ്ങൾക്ക് പാർട്ടിയിൽ സ്വീകാര്യത കൂടുന്നുവെന്നത് ഇത് സൂചിപ്പിക്കുകയാണ്. മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം VD സതീശൻ മനസ്സ് തുറന്നിരുന്നു. അതിലാണ് ഇപ്പോൾ PJ കുര്യൻ തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ പെരുന്തച്ചൻ കോംപ്ലക്സ് ആർക്കും പാടില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും പരമാവധി സീറ്റ് നൽകുമെന്നായിരുന്നു VD സതീശൻ പ്രഖ്യാപിച്ചത്. ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും ശക്തമാകുന്നത്. മുതിർന്ന നേതാക്കൾ മാറി നിൽക്കുന്നതിനെ കുറിച്ചും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനെ കുറിച്ചുമുള്ള VD സതീശന്റെ നിലപാടിനെ PJ കുര്യൻ അടക്കമുള്ള നേതാക്കൾ നിരുപാധികം പിന്തുണ അറിയിച്ചു. ഇതോടെ രാഹുൽ വിഷയത്തിലും സതീശന് സ്വീകാര്യത കൂടുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഒരു വർഷത്തിനപ്പുറം വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാമെന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വപ്നം വെറുതെയാവും. ഇത്തവണ എന്തായാലും ഭരണം ഉറപ്പാക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന UDF രാഹുലിന്റെ കാര്യത്തിൽ ഒരു പരീക്ഷണത്തിന് തയ്യാറാകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ രാഹുലിന് പകരം പാലക്കാട് യുവാക്കളിൽ നിന്ന് ആർക്കെങ്കിലും നറുക്ക് വീഴാനാണ് സാധ്യത. അത് ആരായിരിക്കുമെന്ന ചോദ്യം നിലവിൽ ശക്തമാകുന്നു. അധികം വൈകാതെ തന്നെ ഇതിന്റെ ചർച്ചകൾ തുടങ്ങും.
അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള പീഡന പരാതികളുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ കൂടി നമുക്ക് നോക്കാം. രാഹുൽ മാങ്കൂട്ടം MLA യുവതിയെ പീഡിപ്പിച്ച് നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്ന കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാദം പൂർത്തിയാക്കിയിരുന്നു. പത്തനംതിട്ട കോന്നി അറ്റച്ചാൽ സ്വദേശിയായ ഇയാളുടെ ഹർജിയിൽ വിധി പറയുന്നത് മാറ്റി. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഹർജിയുമേലുള്ള വാദം നടന്നത്. അതീവ ഗൗരവകരമായ കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കേസിലെ ഒന്നാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തന്നെ തള്ളിയതാണ്. ഈ സാഹചര്യത്തിൽ കൂട്ടുപ്രതിയായ ജോബി ജോസഫിന് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായ വാദം ഉന്നയിച്ചു. പക്ഷേ താൻ നിരപരാധിയാണെന്നും സംഭവത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നുമാണ് പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. ഇരുവിഭാഗത്തിന്റെ വാദം കേട്ട ശേഷമായിരുന്നു വിധി പറയുന്നത് മാറ്റിയത്. യുവതിക്ക് ഗർഭചിത്രത്തിനായി കഴിക്കാനുള്ള ഗുളിക ഒന്നാം പ്രതി രാഹുൽ മാങ്കൂട്ടം കൊടുത്തുവിട്ടത് രണ്ടാം പ്രതിയായ ജോബി ജോസഫ് വഴിയാണെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു. ഗുളിക കൈമാറുക മാത്രമല്ല, യുവതി അടുത്ത് കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ആ സമയം ജോബിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും പ്രോസിക്യൂഷന്റെ വാദം. ഇതിലൂടെ കൃത്യത്തിൽ രണ്ടാം പ്രതിക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. കേവലം ഒരു സഹായി എന്നതിലുപരി കുറ്റകൃത്യത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തം ജോബിക്കുണ്ടെന്ന് സ്ഥാപിക്കാനാണ് പ്രോസിക്യൂഷന്റെ ശ്രമം. ഗർഭചിത്രം നടത്തുന്നതിനായി ഗൂഢാലോചന നടന്നുവെന്നും ഇതിൽ ജോബിക്ക് നിർണായക റോളുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. അതേസമയം യുവതി ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവിൽ നിന്ന് ഗുളിക വാങ്ങി നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് ജോബി ജോസഫിന്റെ വാദം. ആ ഗുളിക എന്തിനുള്ളതാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. യുവതി തനിക്ക് അയച്ചു തന്ന ലൊക്കേഷനിൽ ഗുളിക എത്തിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ജോബി ആരോപണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് വ്യക്തമാക്കി. തന്റെ വാദം സാധൂകരിക്കുന്നതിനായി യുവതി ലൊക്കേഷൻ അയച്ചു തന്നതിന്റെ സ്ക്രീൻഷോട്ടും ജോബി ജോസഫ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. താൻ രാഹുലിന്റെ സുഹൃത്താണെങ്കിലും ഈ സംഭവത്തിൽ അറിഞ്ഞുകൊണ്ട് പങ്കുചേർന്നിട്ടില്ലെന്നും മരുന്ന് എത്തിച്ച് നൽകുക എന്ന സഹായം മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കേസിലെ ഒന്നാം പ്രതിയുടെ ജാമ്യം തള്ളിയതും അന്വേഷണം പുരോഗമിക്കുന്നതും കണക്കിലെടുക്കുമ്പോൾ ജോബിയുടെ ജാമ്യാപേക്ഷ വിധി നിർണായകമാണ്. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും ഗൂഢാലോചന വ്യാപ്തി കണ്ടെത്താനും സാധിക്കൂ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ശനിയാഴ്ച വരുന്ന വിധി കേസിലെ തുടർ നടപടികളിൽ നിർണായകമാകും. യുവതിയുടെ രഹസ്യമൊഴിയുടെ വൈദ്യപരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ വരെ ഈ ഒരു കേസ് എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു, എത്രത്തോളം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നതൊക്കെ അറിയുന്നതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കേസിൻ്റെ യാതൊരു പൊടി പോലും വാർത്തകൾ കാണാനില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എങ്കിലും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. രാഹുലിൻ്റെ ഇനി അടുത്തുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യമാണ്. ഉപാധികളോട് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇനി രാഷ്ട്രീയപരമായിട്ട് രാഹുലിൻ്റെ ഭാവി എന്താണ്, രാഹുലിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്താണ് എന്നതടക്കമുള്ള ചോദ്യം ഇപ്പോൾ അവശേഷിക്കുകയാണ്. അതിനുള്ള ഉത്തരങ്ങൾ വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.